ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് ഈ ഷോർട്ട് വീഡിയോയുടെ കൂടെ ഒരു ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷേ ഡെയിലി ഷോർട്ട് വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. അങ്ങനെ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഇതൊക്കെ. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വീണ്ടും ഷോർട്ടായി. അപ്പം പിന്നെ ഞാൻ കരുതി എന്നാലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് ചെറുതാണെങ്കിലും സാരമില്ല, വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇതൊരു ചെറിയ മിനി വ്ളോഗാണ്. അപ്പോൾ എന്തായാലും സുപ്രഭാതം കാണിച്ച് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എല്ലാവരെക്കാളും മുൻപ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ അടുപ്പാണ്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിൽ ചോറ് വയ്ക്കും, പിന്നെ വെള്ളവും തിളപ്പിക്കും. പിന്നെ ഞാൻ നേരെ റൂമിലേക്കൊക്കെ വന്ന് കർട്ടണൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുമല്ലോ. രാവിലെ തന്നെ ഈ കർട്ടണൊക്കെ മാറ്റിയിട്ട് കഴിയുമ്പോൾ നല്ല പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് അത്യാവശ്യം നല്ല വെട്ടമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. പിന്നെ എനിക്ക് ഇന്ന് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ ഒന്ന് കഴുകിയിടണമായിരുന്നു. മന്ത്ലി ഒരു 3 ടൈംസ് എങ്കിലും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വന്ന് കിടക്കുന്ന സ്ഥലമല്ല, ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കുന്നൊരു സ്ഥലമാണല്ലോ. പിന്നെ മെഷീൻ വാഷ് ആയതുകൊണ്ട് വലിയ കഷ്ടപ്പാട് കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. പിന്നെ ഞാൻ കരുതി ഒന്ന് ഫ്രഷായിട്ട് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു പോലും വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കിച്ചണിൽ പോയി. പിന്നെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ എപ്പോഴും മസ്റ്റായിട്ടുള്ളൊരു കറിയാണ് മീൻ വറുത്തത്. കാരണം അത് ഞങ്ങൾക്കിവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് കാശ് കൊടുത്ത് അങ്ങനെ മീൻ അങ്ങനെ മേടിക്കേണ്ടി വരാറില്ല കൂടുതലും. ഞങ്ങൾ താമസിക്കുന്നത് കുട്ടനാടാണ്. അപ്പോൾ ഇവിടെ മീനിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ഒട്ടുമുക്കാൽ വീടുകളിലും മാക്സിമം ഇങ്ങനെയൊക്കെ തന്നെയാണ് മീൻ കിട്ടുന്നത്. കുറേ ആൾക്കാർ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കറി ഒക്കെ നടക്കും. പിന്നെ ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ടൗണിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പൊട്ടിത്തെറി. അപ്പം അമ്മ എപ്പോഴും പറയും തീ കുറച്ച് വയ്ക്കും, கொஞ்சം സിമ്മിലിടാം, അപ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ എനിക്ക് കുറേ തീയിൽ തന്നെ ഉണ്ടാക്കുന്നത് ഇഷ്ടം. പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടുമല്ലോ. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.